ഇനി നമുക്ക് ഒരു സ്പെഷ്യൽ മസാലക്കൂട്ടോട് കൂടിയ ഒരു വഴുതനങ്ങ മസാല ആയാലോ? അതെ, ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. വഴുതനങ്ങ ഇഷ്ടമായിരിക്കത്തില്ല മിക്ക ആൾക്കാർക്കും. പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് നമുക്ക് ചപ്പാത്തിക്കൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആയിരിക്കും. ചോറിനും നല്ലതാണ്, എന്നാലും ചപ്പാത്തിക്കായിരിക്കും ഇത് കൂടുതൽ കോമ്പിനേഷൻ. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു വട്ടമെങ്കിലും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് വഴുതനങ്ങ എടുത്തു, അതൊന്ന് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു മസാലയും കൂടി തയ്യാറാക്കാം. അതിന് വേണ്ടി നമ്മൾ വെളുത്തുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എടുക്കുക. അതുപോലെ തന്നെ ചെറിയൊരു പീസ് പുളി, പിന്നെ ആവശ്യത്തിന് പച്ചമുളക് നിങ്ങളുടെ സ്പൈസസിനനുസരിച്ചിട്ട് ചേർക്കുക. അപ്പോൾ നമ്മളല്ലാതെ ഇനിയും സ്പൈസസ് ഒക്കെ ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് പച്ചമുളകൊക്കെ നോക്കി തന്നെ ചേർക്കുക. അതുപോലെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചി, ആവശ്യത്തിന് മല്ലിയില അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എടുക്കുക. അപ്പോൾ ചിലർക്ക് മല്ലിയിലയുടെ ആ ഒരു ഫ്ലേവറൊന്നും ഇഷ്ടമായിരിക്കത്തില്ല, എന്നാലും നിങ്ങൾ മല്ലിയില സ്കിപ്പ് ചെയ്യരുത്, മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മളിതിന് റോസ്റ്റൊക്കെ ആക്കുമ്പോഴത്തേക്കിനും ആ മല്ലിയിലയുടെ അധികം ആ ഒരു സ്മെല്ലൊന്നും നമുക്ക് വരത്തില്ല. അതുകൊണ്ട് മല്ലിയില എന്തായാലും നിങ്ങൾ ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ചതച്ച് എടുക്കുക. ഓവറായിട്ട് പേസ്റ്റായി ആ ഒരു രൂപത്തിലൊന്നും വേണ്ട, അത്യാവശ്യം നന്നായിട്ട് ഇതൊന്ന് ചതഞ്ഞ് കിട്ടണം, അത്രയേ ഉള്ളൂ. അതിനുശേഷം നമ്മളൊരു പാൻ വെച്ച് പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ കുറച്ച് എണ്ണ ഒഴിക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ എണ്ണയൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ എണ്ണ ഉപയോഗിക്കുക. എന്താണെന്ന് ചോദിച്ചാൽ വഴുതനങ്ങ റോസ്റ്റ് ആക്കിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ വഴുതനങ്ങ റോസ്റ്റ് ആക്കാൻ കുറച്ചേറെ എണ്ണ വേണ്ടി വരും. അപ്പം അതനുസരിച്ചിട്ട് എണ്ണ എത്ര ഒഴിക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ അത് നിങ്ങളുടെ ഒരു എണ്ണയുടെ ഉപയോഗത്തിനനുസരിച്ചിട്ട് കൂട്ടിയാൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിക്കുക. അതിനുശേഷം നമ്മൾ വഴുതനങ്ങയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ ഇത് റോസ്റ്റായിട്ട് കിട്ടണം, നല്ല രീതിയിൽ തന്നെ റോസ്റ്റ് ആക്കി എടുക്കുക. കുറച്ച് സമയം എടുത്തായാലും നമ്മളിത് നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുക. ഇപ്പം അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ഫ്രൈ ഒക്കെ ആയി വരുമ്പോൾ നിങ്ങളത് വേറൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റി വെക്കുക. ഈ ഒരു രീതിയിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കാമെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ആയി കിട്ടും. ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചുള്ളത് കൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ അതിനുശേഷം നമ്മൾ വേറൊരു പാനിലേക്ക് മാറ്റി വെക്കുക. ഈ ഒരു പാനിൽ തന്നെ നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുക. അതിലേക്ക് കുറച്ച് ജീരകം, അതുപോലെ തന്നെ ഉഴുന്ന്, പിന്നെ കടലപ്പരിപ്പ്, ഇത്രയും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിപ്പം ജീരകം വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം സവാള ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള 2 സവാള എടുത്തിട്ടുണ്ട്. സവാളയും കൂടി നീളത്തിലരിഞ്ഞ് ഇതിലേക്ക് ചേർക്കുക. അതിനുശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതും നല്ല ബ്രൗൺ കളർ ആയി കിട്ടണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് പറ്റിയൊരു അബദ്ധം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാലേ അറിയുള്ളൂ എന്തൊക്കെ കൂടുതൽ ചേർക്കണം എന്തൊക്കെ കുറച്ച് ചേർക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മളിതിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന ആ ഒരു മല്ലിയിലയുടെ ആ ഒരു കൂട്ടില്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അത്യാവശ്യം നന്നായിട്ട് വഴറ്റി ആ ഒരു ഈ പച്ച മസാലയുടെ ആ ഇതൊക്കെ മാറി വരത്തില്ലേ, ആ ഒരു പരുവം വരെ ആകണം. അതുപോലെ നമ്മൾ നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലേ എണ്ണ ഇതൊക്കെ ഇപ്പോൾ കുറച്ച് ചേർത്തുകൊണ്ടാണ് നമുക്കൊരു കുറച്ച് ടൈം എടുക്കും ഇതൊന്ന് റോസ്റ്റായി കിട്ടാൻ. ഇപ്പം അത്യാവശ്യം നല്ലപോലെ എണ്ണയൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് കൊടുത്താൽ പെട്ടെന്ന് ഇത് റോസ്റ്റായി കിട്ടും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് കൂട്ടിയോ കുറച്ചൊക്കെ കൊടുക്കുക. ഇനി നമ്മൾ അത്യാവശ്യം ഇത് നല്ലപോലെ ഒന്ന് റോസ്റ്റായി ഈ ഒരു പരുവത്തിലൊക്കെ ആയി വരുമ്പോഴത്തേക്കിന് ഇനി നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് അതുകൂടെ ഒന്ന് വഴറ്റി അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറത്തില്ലേ, പച്ചമണമൊക്കെ മാറി കിട്ടുമ്പോൾ നമ്മളിനി ഇതിലേക്ക് തക്കാളി നമ്മൾ അരച്ചത് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. തക്കാളിയുടെ പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതും കൂടി ഒന്ന് വഴറ്റി ആ ഒരു പച്ചത്തക്കാളിയുടെ ആ ഒരു സ്മെല്ല് മാറുന്നിടം വരെ നമ്മൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം. ഇതിപ്പം അത്യാവശ്യം വലിപ്പമുള്ള 2 തക്കാളി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നമ്മൾ നേരത്തെ പുളി ഇതിലേക്ക് അരച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചതച്ച കൂട്ടത്തിൽ പുളിയും കൂടി ചേർത്താണ് നമ്മൾ ചതച്ചെടുത്തത്. ഇപ്പം നമ്മൾ തക്കാളിയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കറിക്ക് കുറച്ച് പുളി കൂടിപ്പോവും. അപ്പം എൻ്റെ കറിക്ക് കുറച്ച് പുളി കൂടിപ്പോയി. അപ്പം ഞാൻ പിന്നെ അത് കുറച്ച് മധുരമൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തു. അപ്പം നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ഒന്നുകിൽ പുളി
കുറച്ചെടുക്കുക, അല്ലെങ്കിൽ തക്കാളി കുറച്ചെടുക്കുക, അല്ലെങ്കിൽ പുളി സ്കിപ്പ് ചെയ്യുക. തക്കാളിക്ക് എന്തായാലും തക്കാളി ഇടണം, ആ ഒരു കൊഴുപ്പൊക്കെ കിട്ടാൻ വേണ്ടി തക്കാളി ഇടുന്നത് നല്ലതായിരിക്കും. അപ്പം നിങ്ങൾ ഒന്നുകിൽ പുളി സ്കിപ്പ് ചെയ്തിട്ട് തക്കാളി മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അത് നിങ്ങളുടേതിനനുസരിച്ചിട്ട്, നല്ലപോലെ പുളി കഴിക്കുന്നവരാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഈ ഒരു തക്കാളിയുടെ പച്ചമണം മാറുന്നേരം വരെ നമ്മളിതൊന്ന് വഴറ്റി എടുക്കുക. ഇൻ കേസ് നിങ്ങൾക്കിപ്പോൾ തക്കാളി പുളിയൊക്കെ ചേർത്ത് കൂടി പോയിട്ടുണ്ടെങ്കിൽ ശകലം മധുരം കൂടി ചേർത്ത് ശർക്കരയോ പഞ്ചസാരയോ ഒക്കെ ചേർത്ത് അല്ലെങ്കിൽ കുറച്ച് സോസൊക്കെ ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുക. എന്നാലും മാക്സിമം നിങ്ങൾ അത് ശ്രദ്ധിച്ച് ചെയ്യുക. തക്കാളിയും അല്ലെങ്കിൽ പുളിയും കൂടി ചേർക്കാതിരിക്കുക. അല്ലെങ്കിൽ ചേർത്താൽ തന്നെ കുറച്ച് ക്വാണ്ടിറ്റിയൊക്കെ കുറച്ച് ചേർക്കുക. ഇപ്പം അത്യാവശ്യം നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലപോലെ ആ ഒരു തക്കാളിയുടെ പച്ചമണമൊക്കെ മാറി അത്യാവശ്യം നല്ല രീതിയിൽ അത് സെറ്റായിട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ആ ഒരു വഴുതനങ്ങ ഉണ്ടല്ലോ, വഴുതനങ്ങയും കൂടി ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത്, ഓവറായിട്ട് ഇനി കുക്കിംഗ് ഒന്നുമില്ല. അത്യാവശ്യം നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ള വഴുതനങ്ങയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓയിലിൽ നല്ലപോലെ ഫ്രൈ ചെയ്ത് എടുക്കുന്ന അനുസരിച്ചിട്ട് ടേസ്റ്റൊക്കെ കുറച്ചുകൂടെ കൂടും. പക്ഷെ നമ്മളിതെല്ലാം കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പം അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് അത് കുറച്ച് ടൈമും കൂടി ഒന്ന് റോസ്റ്റാക്കി എടുക്കും. നമ്മൾ ഇനി ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല, റോസ്റ്റല്ലേ. ഇൻ കേസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മാത്രം മതിയാകും. പിന്നെ നമ്മൾ ഇതിൽ വറ്റൽമുളക് അല്ലെങ്കിൽ ചില്ലി ഫ്ലെക്സ്, മുളക് പൊടി ഒന്നും അധികം ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം നമ്മൾ പച്ചമുളക് ചതച്ചിട്ടുണ്ട്, അത് കൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടി ഈ ഒരു സമയത്ത് ഇതിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വഴുതനങ്ങ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതെന്തായാലും ഇഷ്ടപ്പെടും. അത്ര സിമ്പിളാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പുളി കൂടിപ്പോയതുകൊണ്ട് ഞാൻ ഇച്ചിരി പഞ്ചസാരയും കൂടി ഇതിലിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ പുളി കൂടാതെ ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഫ്രഷ് കറിവേപ്പില അല്ല. അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മുകളിലൂടെ ഒഴിക്കുക. അതൊക്കെ ഓപ്ഷണലാണ്. അപ്പം നമുക്ക് നല്ല ടേസ്റ്റിയും ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു വഴുതനങ്ങ റോസ്റ്റ് തയ്യാറാക്കി. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ ഒരു വട്ടമെങ്കിലും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണം. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാവർക്കും മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വെറൈറ്റി ഡിഷുമായിട്ട് കാണാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.